സഹൃദയരെ, DCYMന്റെ രണ്ടാമത്തെ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. മുന്നോട്ടു പോകുന്ന കാലഘട്ടത്തിൽ പിന്നോട്ടു പോകുന്ന വിശ്വാസമാണ് ഞങ്ങളുടെ കഥാതന്തു. ജീവിച്ചിരിക്കുന്നതോ മരിച്ചതോ ആയ യാതൊരു വ്യക്തി ജീവിതങ്ങളുമായും ഇതിലെ കഥാപാത്രങ്ങൾക്ക് ബന്ധമില്ല. ഉണ്ടെങ്കിൽ അത് അളിയനോ ഉപ്പാപ്പനോ ആയിരിക്കും. അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. എന്റെ കർത്താവേ, ഈ നാടകം ഒന്ന് വിജയിപ്പിച്ചു തരണേ. പിന്നെ കർത്താവിന് അതല്ലേ പണി. റിഹേഴ്സലിന് വരാൻ പറയുമ്പോ കണ്ട KFCയും കപ്സയും ജിനിയനെയും ഉണ്ടാക്കുന്ന കപ്പയും ഇറച്ചിയും തിന്ന് നടക്കും. തട്ടേ കയറുമ്പോ ബബ്ബബ്ബ. ഒന്നാമത്തെ ഒരുത്തനും നമ്മെ കണ്ടുകൂടാ. ഇനി ഈ നാടകം കൂടി പൊളിഞ്ഞാലോ തല മുണ്ടിട്ട് നടക്കേണ്ടി വരും. നാടകം ഇറ്റാകും. അളിയാ, എനിക്കൊരു ബിരിയാണി മേടിച്ചു തരുമോ? ഇതൊക്കെ എങ്ങോട്ടാടേ പോന്നത്? ആ ഇട്ടിയായിട്ട് അഭിനയിക്കുന്ന സുജിത്ത് എവിടെ പോയി കിടക്കുക? അവൻ വന്നോളും. ആദ്യം അനൗൺസ്മെന്റ് നടക്കട്ടെ. ജോബി. പ്രിയരെ, ക്രിസ്ത്യൻ കലാവേദിയുടെ 101ാം നാടകം ഇതാ ഇവിടെ തുടങ്ങുകയായി. ഞങ്ങളുടെ നാടകത്തിന്റെ പേര് ഞങ്ങളുടെ നാടകത്തിന്റെ പേര് കർത്താവ് വേഗം വരുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ. മനുഷ്യ, രാവിലെ മുതൽ ഈ പുസ്തകം വായിച്ചോണ്ടിരുന്നാ മതിയോ? ഉച്ചയ്ക്ക് ഉണ്ണണമെങ്കിൽ അരി വാങ്ങണം. നിങ്ങളിതുപോലെ കേൾക്കുന്നുണ്ടോ? അതെങ്ങനാ? പണ്ടേ ഇയാൾക്ക് കാര്യം പറയുമ്പോ ചെവി കേൾക്കില്ലല്ലോ. നീ ഇങ്ങനെ ഒച്ച എടുത്തിട്ടൊന്നും ഒരു കാര്യവുമില്ല. ദൈവം നമുക്ക് കൊണ്ടുതരും. അന്നത്തെ ആഹാരം അവൻ നമുക്ക് കരുതി വയ്ക്കുന്നു. കാക്കകളെ നോക്കുവി, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. അയ്യോ, ഞാൻ അറിഞ്ഞില്ല. എന്ത്? ഞാനൊരു കാക്കയാണ് കെട്ടിയതെന്ന്. ഇങ്ങനൊരു മനുഷ്യൻ. ദൈവവേലയാണ് ഇത്ര ദൈവവേല. ഇങ്ങേരുടെ കൂടെ ബൈബിൾ കോളേജിൽ പഠിച്ചവർ അമേരിക്കയിലും ഗൾഫിലും പോയി വന്ന് 10 ഏക്കർ തോട്ടം വാങ്ങിച്ചു, 2 നില വീട് വെച്ചു, കാറ് മേടിച്ചു. കർത്താവ് നമ്മെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത് നാം ഇവിടെ പ്രവർത്തിക്കാനാണ്, അല്ലാതെ അമേരിക്കയിലല്ല. എടി പ്രിൻസി, നീ കണ്ടോ? ഇതേ ആ കുടിലുകളിൽ നിറയെ പാവപ്പെട്ടവരും നിരക്ഷരമാണ്. കർത്താവിന്റെ വചനവുമായി ഞാൻ അവരിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ അവരിൽ വന്ന മാറ്റം നീ കണ്ടോ? 27 പേർ സ്നാനപ്പെട്ടു, അനേകം പേർ വിശ്വാസം സ്വീകരിച്ചു. എന്നിട്ട് നമുക്ക് എന്തുണ്ടായി? കയറി കിടക്കുന്നൊരു കൂര പോലും ഇല്ല. ആര് പറഞ്ഞു നമുക്കൊന്നുമില്ലെന്ന്? ഈ ലോകത്തിൽ നാം നേടുന്ന എല്ലാം വ്യർത്ഥമല്ലേ? കർത്താവ് നമുക്കായി എല്ലാം കരുതി വെക്കുന്നു. എന്റെ ശുശ്രൂഷയ്ക്ക് നിന്റെ പിന്തുണ കൂടിയേ തീരൂ. കാരണം നീ എന്റെ വാരിയലാണ്, എന്റെ തുണയാണ്. നീ എന്റെ കൂടെ നിന്നാൽ കർത്താവിന് വേണ്ടി നമുക്ക് ആയിരങ്ങളെ നേടാൻ സാധിക്കും. തയ്യാറാണോ? അതെ, കർത്താവിന് വേണ്ടി വേറെ ചെയ്യാൻ ഞാനുമുണ്ട്. ആയിരങ്ങൾ വീണാലും 10,000 വീണാലും വലയമായി നിന്നെന്നെ കാത്തിടുവാൻ ദൈവദൂതന്മാരുണ്ടരികിൽ. എന്തേ വിസിറ്റിംഗ് പാസ്റ്റർ അല്ലേ? ആ അതെ. എങ്ങനെ മനസ്സിലായി? ഉണ്ണയെ കണ്ടറിയാം. ഇല്ലത്തെ പഞ്ഞം. എന്റെ പാസ്റ്ററെ, വെള്ളിയാഴ്ച ഇവിടെ ആരാധനയ്ക്ക് ആളുകൾ വരുന്ന സ്ഥലമാണ്. ആദ്യം ആ സിനിമയൊന്ന് നോക്കി. ബുക്കിംഗ് ഒന്നും കിട്ടിയില്ല. വന്നപ്പോൾ തന്നെ മുഴുവൻ പാസ്റ്റർമാരെ ലിസ്റ്റ് എടുത്തു. വിസിറ്റിങ്ങിനായി വന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവന്മാര് ഫോൺ കട്ട് ചെയ്തു. എങ്ങനെ കട്ട് ചെയ്യാതിരിക്കും? കൃപയുള്ള നല്ല ദേവദാസന്മാർ ഇവിടെ വരാറുണ്ട്. നിങ്ങളൊക്കെ കാരണം അവരുടെ വില കൂടെ പോയി. സഹോദരന്റെ പേരെന്താ? ബാബു. സഹോദരൻ വിചാരിച്ചാൽ എവിടെയെങ്കിലും ഒരു ചാൻസ് ലഭിക്കും. എന്റെ പാസ്റ്ററെ, കഴിഞ്ഞ ദിവസം വേറൊരു വിസിറ്റിംഗ് പാസ്റ്ററിന് വേറൊരു ചർച്ചിൽ അവസരം കൊടുത്തപ്പോൾ അവരെന്നെ അലക്കിയില്ലാന്നുള്ളൂ. അല്ല, അലക്കാണോ ചർച്ചയുടെ പരിപാടി? ഞാനൊന്നും പറയുന്നില്ല. അല്ല, നാട്ടിലെവിടെയാ? കാട്ടാക്കട. അത് കേൾക്കുമ്പോ ഓട്ടോറിക്ഷ കയറി ഒരു കട്ടർ കയറുന്നൊരു ഫീലിംഗ്. അല്ല, അവിടെ ശുശ്രൂഷല ആയിരുന്നു. നല്ല വരുമാനമുള്ള ചർച്ച ആയിരുന്നു. പക്ഷെ അവിടെ പുതിയൊരു പാസ്റ്റർ വന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല.
ഞാൻ പുള്ളിക്കെട്ട് ഒരു പണി കൊടുത്തിട്ട് സ്വന്തമായി ഒരു ചർച്ച തുടങ്ങി. എന്റെ പാസ്റ്ററെ, നിങ്ങളെ പോലുള്ളവരെ ഈ ദൈവനാമം ദുഷിപ്പിക്കുന്നത്. അവൻ എനിക്കിട്ട് താങ്ങിയതാണോ? അയ്യോ, മമ്മൂട്ടി അവനെ തട്ടിയില്ലയോ? ബിലാല് പഴയ ബിലാല് തന്നെ. ഡേയ്, ഇന്ന് വല്ല വിസിറ്റിംഗ് പാസ്റ്റർ ഉണ്ടോടേ? ഊത്തന്മാരുടെ പ്രോഗ്രാം ഉണ്ടെന്നാ തോന്നുന്നേ. എങ്ങനെ ആയാലും ഒരു 2-2:30 ആകും. വിശന്ന് മനുഷ്യന്റെ ഊപ്പാട് തിരിയും. ഈ വരുന്നവനും പോകുന്നവനും ഒക്കെ 1.5 മണിക്കൂർ പ്രസംഗിച്ചിട്ട് ആരും നന്നാവാനാ? പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഈ 1.5 മണിക്കൂർ പ്രസംഗിക്കുന്നതൊക്കെ നിന്നൊക്കെ നേരാക്കാൻ വേണ്ടിയാ. അത് ഞാൻ ഇപ്പൊ ഇവനോട് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട പാസ്റ്ററെ. പാസ്റ്ററുടെ ഹെൽത്ത് ഒക്കെ ചെക്കപ്പ് ചെയ്യാറുണ്ടോ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല സിസ്റ്റർ. ഡെയിലി ചെക്കപ്പ് ചെയ്യണം, അതർവൈസ് കുറച്ച് കഴിയുമ്പോൾ പെയിൻ ഇൻക്രീസ് ചെയ്യും. എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. സമയമായി. എല്ലാവരും എത്തിയില്ലല്ലോ. നമ്മുടെ വർക്കിച്ചാരി കുടുംബേ സാക്ഷ്യത്തിന് ശേഷം എത്തൂ. ക്ലീറ്റസും കൂട്ടരും കർത്തൃമേശയ്ക്ക് ശേഷവും. അല്ലേലും നേരത്തെ വരാതിരിക്കുന്നു നല്ലത്. പുള്ളിയുടെ സാക്ഷ്യത്തിൽ മറ്റുള്ളവർക്കൊരു കുത്തുണ്ട്. എടേ, ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തിന് ഉളവാക്കുമെന്നല്ലേ പറയുന്നത്? അപ്പോ കുത്തുകൊണ്ടാലല്ലേ മറ്റവൻ എണ്ണിക്കൂ. കഴിഞ്ഞ 6 മാസമായിട്ട് സാക്ഷ്യം പറയാത്ത നീയാണോ സാക്ഷ്യം പറയുന്നവർക്കിട്ട് കുത്തുന്നത്? നിർത്ത്. നിങ്ങളൊക്കെ എനിക്കറിയാം. ആരും ക്രൂശിക്കണ്ട. നിങ്ങളുടെയൊക്കെ മനോവിചാരങ്ങൾ, ഹൃദയ വിചാരങ്ങൾ അവൻ അറിയുന്നു. നിങ്ങൾക്ക് നിങ്ങളെ പാസ്റ്ററെ കബളിപ്പിക്കാം, എന്നാൽ ഒരിക്കലും ദൈവത്തെ കബളിപ്പിക്കാൻ സാധിക്കില്ല. സമയമായി, വാ. നീയൊക്കെ ചാരി ആ പിത്തി പെടത്തരുത്. സ്തോത്രം പറയുന്ന വാവുണ്ട്, എന്നെ കൊണ്ട് മറ്റൊന്നും പറയിപ്പിക്കരുത്. നീയൊക്കെ എന്തിനാടാ മീറ്റിങ്ങിന് വരുന്നത്? നീയൊക്കെ എന്നാ പെന്തക്കോസുകാരനാടാ? ഇതൊരു ദൈവസഭയാണ്. ദൈവത്തെ ഓർത്ത് വഴക്കുണ്ടാക്കരുത്. സഹോദരന്മാരോട് ക്ഷമിക്കാതെ ആരും ഇവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. പാസ്റ്റർ പറഞ്ഞുകൊണ്ട് ഞാൻ നിന്നോടൊക്കെ ക്ഷമിച്ചിരിക്കുന്നു. കർത്താവേ, ക്ഷമിക്കണേ. ആരാധന ഇവിടെ തുടങ്ങുകയായി. ഞങ്ങൾ ആരാധനയെ അനുകരിക്കുന്നില്ല. പതിവുപോലെ ലേറ്റായാലും ലേറ്റസ്റ്റായി വരുന്ന ക്ലീറ്റസും കുടുംബവും വീട്ടിൽ വഴക്കടിച്ച് മീൻകറി ചട്ടി കൊണ്ട് ഏറുവാങ്ങി വർക്കിച്ചെറ്റ് ഇടി കൊണ്ട് മുതുകലങ്ങി ഭാര്യ അമ്മിണി കുഞ്ഞമ്മ. അവരുടെ വഴക്ക് കണ്ട് മനം മടുത്ത മക്കൾ ക്ലാര, കോര, ചീര, മീര ഇവരും ഇന്ന് മീറ്റിങ്ങിന് വന്നിരുന്നു. ഇന്ന് ഫുഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജോസേട്ടനാണ്. ജോസേട്ടനോടുള്ള ദേഷ്യം മൂലം സ്പോൺസർ ചെയ്ത KFC ബഹിഷ്കരിച്ചിരിക്കുകയാണ് മിക്ക കുടുംബങ്ങളും. ചിക്കൻ കാല് കൊണ്ട് കൊതിമൂത്ത കുട്ടികളെ പിടിച്ചു വലിച്ചുകൊണ്ടാണ് അവർ പുറത്തേക്ക് പോയത്. ഇനി ആരാധന കഴിഞ്ഞ രംഗങ്ങളിലേക്ക്. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധന്മാരുടെ സഹവാസവും കാവലും കൂട്ടായ്മ എന്നേക്കും ഉണ്ടായിക്കുമാറാകട്ടെ. ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇരുന്ന് നടുവിന്റെ നട്ടും ബോൾട്ട് വിളകി. വർക്ക്ഷോപ്പിൽ വലിയ വണ്ടിക്കടി കിടന്നേ നട്ടും ബോൾട്ട് ഇളക്കുന്നവനാ ഇവിടെ കിടന്ന് അവന്റെ നട്ടും ബോൾട്ട് ഇളകുന്നെന്ന്. പാസ്റ്റർ, ഐ ഹാവ് വൺ സജഷൻ. ഓൾ പേഴ്സൺസ് ടോക്ക് ചെയ്യുകയായിരുന്നു. സം പേഴ്സൺസ് മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. മൊബൈൽ കംപ്ലീറ്റ്ലി ചർച്ചിൽ ബാൻ ചെയ്യണം. എനിക്കുമുണ്ടൊരു സജഷൻ. ഈ ഇംഗ്ലീഷ് ഇവിടെ ബാൻ ചെയ്യണം. പാസ്റ്റർ, എന്തെങ്കിലും പെയിൻ വന്നാൽ ടാബ്ലറ്റ് കഴിക്കണം. ഹോസ്പിറ്റലിൽ നിന്ന് അടിച്ചോണ്ട് വരുന്നതായിരിക്കും. എന്തിനാ അത് തിന്ന് നരകത്തിൽ പോകുന്നത്? മൈൻഡ് യുവർ വേർഡ്സ്. ഐ ആം നോട്ട് എ തീഫ്. പ്രിയ ദൈവമക്കളെ, ആത്മീകമായ ഒരു അന്തരീക്ഷമാണ് നമ്മുടെ ചർച്ചിന് വേണ്ടത്. നിങ്ങളുടെ ഇത്തരം സംസാരങ്ങൾ നിങ്ങളിൽ ആത്മീയതയെ നശിപ്പിക്കും. സിസ്റ്റർ പാവമാണ് പാസ്റ്റർ. ഞങ്ങൾ വെറുതെ നിങ്ങളുടെ ഇത്തരം കളിവാക്കുകൾ അവരെ വേദനിപ്പിക്കും.
അത് തമാശയല്ലേ പാസ്റ്റർ? പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ വരവ് എപ്പോഴാണെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. ഇന്നത്തെ പ്രസംഗങ്ങൾ കേട്ടില്ലേ? നിങ്ങൾ ഉറങ്ങാൻ ഞാൻ താരാട്ടുപാട്ടൊന്നല്ല പാടിയത് ഇവിടെ. കഷ്ടം. നിങ്ങളൊന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വെറുതെ അങ്ങ് വരും നേരം കളയാൻ വേണ്ടിയിട്ട്. ഓ കർത്താവേ, പറ്റുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുക്കണമേ. പാസ്റ്റർ പാസ്റ്റർ എന്നതാ? വല്ല ചെക്കിങ്ങും ഉണ്ടോ? അതല്ല പാസ്റ്റർ, എനിക്കിന്ന് ഓവർ ടൈം ഉണ്ടായിരുന്നു. ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ അടുത്തുണ്ടായിരുന്ന ബ്രദർ മോനച്ചനെ കാണാതായി. ഞാൻ ഓടി പുറത്തിറങ്ങി. അവിടേക്ക് ആളുകൾ കൂട്ടനിരളിയുമായി എത്തി. പലരും പെട്ടെന്ന് അപ്രത്യക്ഷരായി. ഞങ്ങൾ ഓടി വീട്ടിലെത്തിയപ്പോൾ ടി.വിയിൽ ഞങ്ങൾ ഫ്ലാഷ് ന്യൂസ് കണ്ടു. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും അനേകരെ പെട്ടെന്ന് കാണാതായി എന്ന്. ഓ എന്റെ ദൈവമേ, നമ്മുടെ കർത്താവ് വന്നതിന് ലക്ഷങ്ങൾ, എന്നിട്ടും നമ്മൾ എടുക്കപ്പെട്ടില്ല. എന്റെ കോപം മൂലം എനിക്ക് സ്വർഗരാജ്യത്തിൽ കടക്കാൻ സാധിച്ചില്ല. ഹലോ ജോസഫേട്ടാ, ബിജുവാണ്. അപ്പൊ പോയില്ലല്ലേ? ഹലോ ക്ലീറ്റസ് ചേട്ടാ, അപ്പോ നിങ്ങളും കുടുംബവും പോയില്ലല്ലേ? ഡാ സെൻട്രൽ പാസ്റ്റർ ഒന്ന് വിളിച്ചു നോക്കി. പുള്ളിക്കാരൻ പോയോ നമുക്കൊന്ന് നോക്കാം. ആ റിങ് ചെയ്യുന്നുണ്ട്. ഹലോ സെൻട്രൽ പാസ്റ്ററാണോ? പോയില്ലല്ലേ? എങ്ങനെ? പാസ്റ്റർമാരുടെ ഇലക്ഷൻ നടക്കുവാണെന്നോ? എല്ലാരും ഉണ്ടോ? നടക്കട്ടെ, ഇലക്ഷൻ നടക്കട്ടെ. ഡാ ആ ഫോണിങ് എന്നേ. അവസാനം ഇലക്ഷൻ കഴിയുമ്പം അവരോട് പറഞ്ഞേക്കണേ കർത്താവ് വന്നിട്ട് പോയെന്ന്. എങ്ങനെ? കർത്താവ് വന്നിട്ട് പോയെന്ന്.